ശബരിമലയിലെ കൊടിമര മാറ്റത്തിന് ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കെടുക്കാൻ വിജിലൻസ്. ബാക്കി വന്ന സ്വർണം കണക്കിൽ രേഖപ്പെടുത്തിയോ എന്ന് ഉറപ്പാക്കും. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ASP കുറുപ്പിന്റെ നേതൃത്വത്തിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിന് പിന്നാലെയാണ് വിശദമായ പരിശോധന. തെളിവ് ലഭിച്ചാൽ അന്വേഷണ ശുപാർശ ഹൈക്കോടതിക്ക് കൈമാറും. സംഭാവന നൽകിയ 27 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. മനീഷ് തുടരുന്നുണ്ട്. മനീഷ്, ഈ വിഷയത്തിൽ നിരവധി സിനിമാ താരങ്ങളടക്കം ഇതിനായി സംഭാവന നൽകിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ക്രമക്കേടിൽ ഏത് രീതിയിലായിരിക്കും അന്വേഷണം തുടങ്ങുക? നിലവിൽ കോൺഗ്രസ് നേതാക്കളടക്കം മുൻ ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളടക്കം പ്രതിക്കൂട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു പുറത്തു വന്നത്. പുതിയ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നിലവിൽ വിജിലൻസ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത്. എത്ര ഗ്രാം സ്വർണ്ണമാണ് ദേവസ്വം ബോർഡ് പുതിയ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി വാങ്ങിയത്, ഒപ്പം തന്നെ എത്ര സ്വർണം അത് സ്പോൺസർഷിപ്പ് വഴി ലഭിച്ചു, ഒപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സ്വർണം ഉപയോഗിച്ചുകൊണ്ട് കൊടിമര നിർമ്മിച്ചു, എങ്കിൽ അവശേഷിക്കുന്ന സ്വർണം എത്രയാണ്, ഈ അവശേഷിക്കുന്ന സ്വർണം തിരിച്ച് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ വിജിലൻസ് പരിശോധിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അവശേഷിച്ച സ്വർണം രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പക്ഷേ കോടതിയുടെ കൂടി അനുമതി ഉണ്ടെങ്കിൽ, കാരണം നിലവിൽ തന്നെ SITയുടെ അന്വേഷണം ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ നടക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ കൂടി അനുമതി വാങ്ങിയ ശേഷമേ കേസെടുക്കാനാവുകയുള്ളൂ. അങ്ങനെ പുതിയ കൊടിമരത്തിന്റെ കാര്യത്തിൽ 27 പേരുടെ സ്പോൺസർ ഉണ്ട്. അതിൽ 8 പേര് സിനിമാ മേഖലയിലുള്ള ആളുകളാണ്. അവർ നൽകിയിട്ടുള്ള സ്വർണം കൊണ്ട് കൊടിമരം പണിതപ്പോൾ അവശേഷിച്ച സ്വർണം സംബന്ധിച്ചുള്ള നൽകിയത് ബാക്കി വന്ന സ്വർണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന ഉണ്ടാവുക.